രാവിലെ 6:23 രണ്ടാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് GSLV F-15 റോക്കറ്റ് കുതിച്ചുയർന്നത്. രണ്ടാം തലമുറ ഗതിനിർണ്ണയ ഉപഗ്രഹമായ NVS-2 ആണ് വിജയകരമായി ഭ്രമണപഥത്തിൽ വിന്യസിച്ചത്. NVS-2 സാറ്റലൈറ്റ് ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ്. മലയാളിയായ തോമസ് കുര്യനായിരുന്നു മിഷൻ ഡയറക്ടർ. ഗതിനിർണ്ണയ രംഗത്ത് അമേരിക്കയുടെ GPS-ന് വെല്ലുവിളിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. നാവിക് സിഗ്നലുകൾ മൊബൈൽ ഫോണിൽ ലഭ്യമാക്കാൻ കഴിയുന്ന L1 ബാൻഡിലുള്ള 7 നാവിഗേഷൻ സാറ്റലൈറ്റുകളാണ് വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 7-ൽ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം പൂർത്തിയായി. അമേരിക്കയുടെ GPS-നെയും റഷ്യയുടെ ഗ്ലാനോസിനെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ISROയുടെ നാവിക്. ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും. ഇന്ത്യ മുഴുവനായും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയും നാവിക്കിനുണ്ടാകും. രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും നാവിക് ലഭ്യമാണ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.